ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തംബ്നെയിലിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പല കുട്ടികൾക്കും റിസർവേഷൻ ബേസ് ചെയ്തിട്ട് പലർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അലോട്ട്മെന്റുകൾ കിട്ടിയിട്ടുണ്ട്, പലരും അഡ്മിഷൻ എടുത്തിട്ടുമുണ്ട്. പക്ഷേ കുറച്ച് കുട്ടികൾ, അതായത് ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന പല കുട്ടികൾക്കും നല്ല മാർക്ക് ഉണ്ടായിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളും അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികളും ഇഷ്ടപ്പെട്ട കോളേജ് ലഭിക്കാത്ത കുട്ടികളും ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കാത്ത കുട്ടികളും ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് LBSൽ ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക്, മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും ഒരു ചാൻസ് എന്ന രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നമുക്കിപ്പോൾ 5th അലോട്ട്മെന്റിൽ NRI സീറ്റിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി NRI സീറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തെ ഡോക്യുമെന്റ്സ് കൊടുത്ത കുട്ടികളെ ഇവിടെ പരിഗണിക്കുന്നതാണ്. ഓരോ കോളേജിലും, എല്ലാ കോളേജസിലും പറയുന്നില്ല, നമുക്ക് ഓൾറെഡി LBS സൈറ്റിൽ വന്നിട്ടുണ്ട് കോളേജ് ലിസ്റ്റ് ഫോർ NRI എന്ന് പറഞ്ഞിട്ട്. അവിടെ 50% റിസർവേഷൻ NRI സീറ്റിനുള്ളത് കൊണ്ടാണ് ആ കോളേജസിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. മാക്സിമം മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫീസാണ്. ഫീസ് സ്ട്രക്ചർ 1 lakh എബോ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് എന്തായാലും വരുന്നുണ്ട്. ഒരു വർഷത്തേക്ക് തന്നെ 22,000 to 23,000 റുപ്പീസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നതുമായിരിക്കും. കോളേജ് പറയുന്ന ഫീസ് നിങ്ങൾ എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളായിരിക്കണം ഇവിടെ അലോട്ട്മെന്റ് കൊടുക്കേണ്ടതും. LBS, സിമറ്റ്, CPAS, CAP, മലബാർ ക്യാൻസർ സെന്റർ അങ്ങനെയുള്ള എല്ലാ കോളേജസിലും NRIക്ക് വേണ്ടി സീറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നതാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. കൊടുക്കാത്തവർക്ക് ഇനി കൊടുക്കാൻ പറ്റുമോ എന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കൊടുക്കാത്തവർക്കും ഒരു ചാൻസ് കൂടി ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കറക്റ്റ് ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടില്ല. LBS സൈറ്റിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അക്ഷയയിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കുക. ഇതുപോലെ പുതുതായിട്ട് NRI ഡോക്യുമെന്റ്സ് കയ്യിലുള്ള കുട്ടികൾ പോയി ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്റ്റംബർ 8-ാം തീയതിക്ക് മുന്നേ ആയിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൂടി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ വളരെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ഓൾറെഡി കൂടുതൽ ഫീസ് കൊടുത്താണല്ലോ കയറുന്നത്, അതുകൊണ്ട് ചാൻസ് വരുന്നതായിരിക്കും. അതുപോലെ NRIക്ക് വേണ്ടി നിൽക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു NRI സ്പോൺസർ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. അതുപോലെ LBSന്റെ പ്രോസ്പെക്ടസിൽ NRI സീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രോസ്പെക്ടസിലുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. അത് ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടത്. പക്ഷേ ഇനി എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യും എന്നതിനെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ് നമുക്ക് LBSൽ നിന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. NRI ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള കുട്ടികൾ, NRI ഡോക്യുമെന്റ്സ് ഇല്ലാത്ത കുട്ടികൾ ഇതിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഒരു കാര്യവുമില്ല. കാരണം നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് NRI ഡോക്യുമെന്റ്സ് ചോദിക്കുന്ന പക്ഷം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ വെച്ച് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകുന്നതുമാണ്. പുതിയ കോളേജസ് ആണ് പലയിടത്തും വന്നിരിക്കുന്നത് ഈ വർഷം. അതുകൊണ്ട് തന്നെ ഫെസിലിറ്റീസും കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. ഏത് കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോയാലും നിങ്ങളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവിടുത്തെ പ്രാക്ടിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തിയറി ഫെസിലിറ്റീസും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി വരുന്ന നെക്സ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് വാക്കൻസി സീറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റുകളാണ്. അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയിട്ടും അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ ലാപ്സ് സീറ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിന് വേക്കൻസി സീറ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെ PNC, MAK, AMCS, FNCK എന്നീ അസോസിയേഷൻ വഴിയുള്ള പ്രോസസ്സിങ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. അലോട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉടനെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതനുസരിച്ച് കുറേ കുട്ടികൾ അങ്ങോട്ടേക്ക് മാറുന്നതുമാണ്.
അതുപോലെ തന്നെ മാനേജ്മെന്റ് സീറ്റിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത കുറച്ച് കോളേജസിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് കോളേജസും കൂടി ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പല കോളേജസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നമുക്ക് ഗൂഗിളിൽ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അവിടെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയതിന് ശേഷം ആ കോളേജിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഡയറക്റ്റ് വിളിച്ച് ഡയറക്റ്റ് അഡ്മിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കി ഡയറക്റ്റ് നിങ്ങൾ കോളേജിൽ പോയി ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ കോളേജ് ബേസ് ചെയ്ത് അവരൊരു റാങ്ക് ലിസ്റ്റ് ഇടുന്നതാണ്. ഇത് ഓരോ കോളേജും ബേസ് ചെയ്തിരിക്കും. ചില കോളേജസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു എക്സാമും അതുപോലെ ഇന്റർവ്യൂ ഒക്കെ നടത്താറുണ്ട്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റി ഉണ്ടോ എന്നത് അറിയാൻ വേണ്ടിയിട്ട് പല കോളേജസും ഇന്റർവ്യൂ നടത്താറുണ്ട്. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ അഡ്മിഷൻ എടുത്ത സമയത്ത് എനിക്കൊരു കോളേജിൻ്റെതായ രീതിയിലുള്ള ഒരു ചെറിയ എൻട്രൻസ് എക്സാമും അതുപോലെ തന്നെ ചെറിയൊരു ഇന്റർവ്യൂവും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാ കോളേജസിലും അങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമൊന്നുമല്ല. അപ്പോൾ പല കോളേജസിലും പല രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഡയറക്റ്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടത്. ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കേണ്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് ഉണ്ടായിരിക്കണം. പല കോളേജസും വലിയൊരു എമൗണ്ട് ആണ് ഡൊണേഷൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഡൊണേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന കുട്ടികളായിരിക്കണം. അതുപോലെ തന്നെ ഇനി അതൊന്നും പറ്റുന്നില്ല, വേറെ അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഓൾറെഡി കൊടുക്കാൻ പറ്റുന്ന ക്യാഷ് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നീട് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വേണം അഡ്മിഷൻ പ്രോസസ്സിങ്ങിലേക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഏത് കുട്ടികളായാലും നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഫീസ് നിങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെക്കണം. സമയത്ത് ഫീസ് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് മറ്റു കുട്ടികളിലേക്ക് പോകുന്നതുമായിരിക്കും. അതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം NRI സ്റ്റുഡൻസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജസ് പ്രയോറിറ്റി ചെയ്ത് വെച്ച് കഴിഞ്ഞ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും ഇനി ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ BSc നഴ്സിംഗിൻ്റെത് മാത്രമാണ് വന്നിരിക്കുന്നത്. പാരാമെഡിക്കൽ വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NRIയിൽ എത്രത്തോളം സീറ്റുകളാണ് വാക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. LBS BSc നഴ്സിംഗിനെ പോലെ തന്നെ ഒരുപാട് സീറ്റുകൾ NRI വാക്കൻസിയിൽ വരുന്നില്ല. നമുക്ക് 9, 5, 6 ഈ രീതിയിലുള്ളതാണ് ഓരോ കോളേജസിലും വരുന്നത്. ഓരോ കോളേജസിലും എത്രത്തോളം സീറ്റുകളാണ് അവൈലബിൾ എന്നുള്ളത് നമ്മുടെ LBS സൈറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങളുടെ മാർക്കും റാങ്കും അനുസരിച്ച് നിങ്ങൾ അവിടേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നമുക്ക് എല്ലാ കുട്ടികൾക്കും NRIക്ക് വേണ്ടി കൊടുത്ത എല്ലാ കുട്ടികൾക്കും കിട്ടുമെന്ന് വിശ്വസിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്രത്തോളം സീറ്റ് വാക്കൻസിയാണ് അവിടെ റിസർവ്ഡ് ചെയ്തിരിക്കുന്നത്. 100ൽ 15% മാത്രമാണ് NRI സീറ്റിന് വരുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ NRI സീറ്റുകൾ വാക്കൻസി വരുവാണ് എന്നുണ്ടെങ്കിൽ ഒരു NRI സ്റ്റുഡൻറ്റും ആ NRI സീറ്റ് റിസർവേഷനിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് LBSലേക്ക് പോകുന്നതായിരിക്കും. അതായത് സ്റ്റേറ്റ് മെറിറ്റ് ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിന് അവിടെ കിട്ടാനുള്ള ചാൻസും വരുന്നുണ്ട്. ഇതെല്ലാം ചാൻസസ് മാത്രമാണ്. NRI സ്റ്റുഡൻസ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിസർവ്ഡ് സീറ്റ് കിട്ടുന്നതായിരിക്കും. അവിടെ കുട്ടികളില്ല എന്ന പക്ഷം മാത്രമായിരിക്കും സ്റ്റേറ്റ് മെറിറ്റിലേക്ക് ആ സീറ്റ് പോകുന്നത്. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ കാണാം.